ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ സനായിരം വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമ്മൾ സെയിൽ വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്, പകരം NPK കുറിച്ചുള്ള വീഡിയോ ആണ്. പ്ലാന്റ്സ് വളർത്തുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും NPK കുറിച്ച്. അതിനെക്കുറിച്ച് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് NPK എന്താണെന്ന് നോക്കാം. NPK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം അടങ്ങിയ ഒരു കെമിക്കൽ ഫെർട്ടിലൈസറാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമ്മുടെ പ്ലാന്റ്സിന് അത്യാവശ്യം വേണ്ട ഘടകങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഇലയും തണ്ടും വളരാനായിട്ട് നൈട്രജൻ കൂടിയേ തീരൂ. അതുപോലെ വേരിൻ്റെ വളർച്ചയ്ക്കാണ് ഫോസ്ഫറസ് വരുന്നത്. പിന്നെ വരുന്നത് പ്ലാന്റ്സിൻ്റെ രോഗങ്ങളൊക്കെ വരാതെ നല്ല ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പൊട്ടാസ് ഉപയോഗിക്കണം. ഇത് 3 അടങ്ങിയ ഒരു വളമാണ് NPK. NPK പല റേഷ്യോയിൽ വരുന്നുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് NPK 19-19-19 ആണ്. 3 നിറത്തിലാണ് കേട്ടോ നമുക്ക് NPK കിട്ടുന്നത്: പിങ്ക്, പച്ച, വെള്ള. ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത് പിങ്ക് കളറിലെ NPK ആണ്. NPK നമുക്ക് 2 തരത്തിൽ പ്ലാന്റ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. വെള്ളത്തിൽ അലിഞ്ഞ് ചേരുന്നതാണ് കേട്ടോ NPKയുടെ പൗഡർ. ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് പ്ലാന്റിൻ്റെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകൾ വഴി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറ്റും. ഇലകൾ വഴി സ്പ്രേ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അബ്സോർബായിട്ട് പ്ലാന്റിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. റൂട്ട് വഴിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കുറച്ച് ടൈം എടുത്താണ് കേട്ടോ റിസൾട്ട് വരുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും ഇലകൾ വഴി, അതായത് ഫോളിയർ സ്പ്രേ എന്നാണ് പറയുന്നത്, ഇലകൾ വഴി നമ്മൾ ചെയ്യുന്നതിന് എപ്പോഴും ഇലകൾ വഴി നമ്മൾ കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിന് റൂട്ട് വഴി വളം എടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. അപ്പോൾ അതിനുള്ള സൊല്യൂഷനായിട്ട് നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാം. ഒരാഴ്ച കൂടുമ്പോൾ ഇല വഴിയും പിറ്റത്തെ ആഴ്ച കൂടുമ്പോൾ വേര് വഴിയും നമുക്ക് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വളങ്ങൾ ചെയ്യുമ്പോൾ രാവിലെ ചെയ്യണം കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫോളിയർ സ്പ്രേ ആണ്, അതായത് ഇലകളിൽ സ്പ്രേ ചെയ്താണ് കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ NPK കലക്കുക. ഇത് വളം ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ആദ്യം പ്ലാന്റിന് എന്താ കുറവെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം അതിനനുസരിച്ചുള്ള വളം കൊടുക്കാനായിട്ട്. ചെടികൾക്കുണ്ടാവുന്ന വളർച്ചക്കുറവിനും ഇലകുരുടിപ്പിനും മഞ്ഞ നിറത്തിലെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് കാണാറില്ലേ? അതിനും പിന്നെ മൊട്ടുകരിച്ചിൽ, മൊട്ട് കൊഴിയുന്നു പോകുന്നത്, ഇപ്പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ NPK ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ്. ഇതുപോലെ നമ്മൾ ഇലകൾക്കടിയിലും വേരിലും തണ്ടിലും എല്ലായിടത്തും നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ വഴി പെട്ടെന്ന് തന്നെ പ്ലാന്റ് ഇത് അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് നമുക്ക്. ഞാൻ എൻ്റെ ഗാർഡനിൽ ഒരു വളം മാത്രമല്ല യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് 2 വളങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് പ്ലാന്റിലാണ് ഞാൻ ഈ NPK അപ്ലൈ ചെയ്യുന്നത്. പിന്നെയും ഞാൻ വേറെ വളങ്ങൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ വീഡിയോസായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. NPKയിൽ നൈട്രജൻ്റെ അളവുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്രീൻ ആയിട്ട് നിൽക്കും കേട്ടോ. ചെടികൾ എപ്പോഴും നല്ല നിറയെ ഇലകളോട് കൂടി പൂക്കളായിട്ട് നിൽക്കുമ്പോഴാണല്ലേ കാണാൻ ഭംഗി വരുന്നത്. പ്ലാന്റ് നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ഭംഗിയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ചേർക്കണം കേട്ടോ. കാരണം നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെയാണ് പ്ലാന്റിന് ആവശ്യമുള്ള പോഷകങ്ങൾ കിട്ടണം. എങ്കിൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുകയുള്ളൂ. ഞാൻ NPK അപ്ലൈ ചെയ്യുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ. പ്രൂൺ ചെയ്ത ശേഷം ഇലകൾ വന്ന ശേഷം ഞാനിതിൽ NPK അപ്ലൈ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇത്ര തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റിൽ ഇലകൾ നിൽക്കുന്നത്. അതുപോലെ നമുക്ക് നല്ല ഹെൽത്തിയിൽ പ്ലാന്റ്സിലെ ഇലകൾ വന്ന ശേഷം പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമുക്ക് DAP ഉപയോഗിക്കാം. DAP ഉപയോഗിക്കേണ്ടതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ വേണ്ട, ഇത് നാച്ചുറലി ഇതിൽ ഫ്ലവർ വന്നോളും. ഇനിയിപ്പോൾ ഫ്ലവർ കുറച്ച് വേഗത്തിൽ വരണമെങ്കിലുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല ഉപയോഗിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടാതെ ബെൽ ബട്ടനൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.